ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം കാഡക്സിയുടെ യൂട്യൂബ് ചാനലിലേക്ക്. ഓട്ടോകാഡ് ട്യൂട്ടോറിയൽ സീരീസിലെ 5ാമത്തെ വീഡിയോ ആണിത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് മോഡിഫൈ ഓപ്ഷൻ ആണ്. അതായത് ഇവിടെ മോഡിഫൈ പാനലിൽ കാണിക്കുന്ന കുറച്ച് ഓപ്ഷൻ ആണ്. മൂവ്, കോപ്പി, റൊട്ടേറ്റ്, മിറർ, സ്കെയിൽ, ട്രിം, എക്സ്റ്റെൻഡ് തുടങ്ങിയ കാര്യങ്ങളാണ്. സോ ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി മൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. മൂവിന്റെ കമാൻഡ് എന്ന് പറയുന്നത് എം ആണ്. എന്താണ് എം? ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു, വലിയൊരു റെക്റ്റാങ്കിൾ വരച്ചു, ഇവിടെ ചെറിയൊരു റെക്റ്റാങ്കിൾ വരച്ചു. അപ്പൊ മൂവിന്റെ ഷോർട്ട് കീ എം ആണ്. എം ടൈപ്പ് ചെയ്യുക, എന്റർ ചെയ്യുക. സെലക്ട് ഒബ്ജക്ട്സ്, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ പറയുന്നു. ഞാൻ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു, എന്റർ ചെയ്യുക. അപ്പൊ എന്താണ് താഴെ പറയുന്നത്? സ്പെസിഫൈ ബേസ് പോയിന്റ്. അതായത് നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത്, നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാനാണ് ഇവർ പറയുന്നത്. ബേസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പോയിന്റ് ആണ് ബേസ് പോയിന്റ് എന്ന് പറയാം. ഞാനിപ്പം ബേസ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, സ്പെസിഫൈ സെക്കൻഡ് പോയിന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറയുന്നത് അല്ലെ. യൂസ് ഫസ്റ്റ് പോയിന്റ് ആസ് ഡിസ്പ്ലേസ്മെന്റ്. അത് നമുക്ക് എവിടത്തേക്കാണ് ഇത് വെക്കേണ്ടതെന്നാണ് അതിന്റെ അർത്ഥം. എവിടെയാണ് വെക്കേണ്ടത്? എനിക്കിപ്പോ വെക്കേണ്ടത് ഈ പോയിന്റിലാണ് വിചാരിക്കും. ഈ ഒരു പോയിന്റ് ആണെങ്കിൽ ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് ആയിട്ട് അവിടെ പ്ലേസ് ആവും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പോയിന്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാനൊന്ന് കൺട്രോൾ സെറ്റ് അഥവാ അണ്ടു പോവാണ്, ബാക്കോട്ട് പോവാണ്. ഈ പോയിന്റ് കറക്റ്റ് ഈ പോയിന്റ് തുല്യമായിട്ട് ഞാൻ വെച്ചു. അപ്പോഴല്ലേ കറക്റ്റ് ഫിറ്റ് ആയത്. അതായത് ഈ ഒബ്ജക്റ്റ് എനിക്ക് കറക്റ്റ് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതാണ് ഇതിന്റെ ബേസ് പോയിന്റും ഇതാണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് പോയിന്റ്. ക്ലിയർ അല്ലേ? ഇനി ഇതിന് പകരം നിങ്ങളിപ്പോ ഈ പോയിന്റ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം വെക്കാനുള്ള ശ്രമം നടത്തിയാൽ ഇതാ നോക്കി, ഇപ്പൊ നമ്മൾ വിചാരിക്കും ആ സൂപ്പറായി കിട്ടിയെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ വെക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് ചെയ്യുമ്പോൾ. പക്ഷെ ഇതൊരിക്കലും ശരിയല്ല, ശരിയായ മെത്തേഡ് അല്ല. കാരണം നമ്മളിത് പ്രിന്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഇതുപോലെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലൊരു തെറ്റ് നിങ്ങൾ കാണിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, മൂവ് എടുക്കുക. നമുക്ക് ഇവിടെയാണ് വെക്കേണ്ടതെങ്കിൽ, ഇവിടത്തേക്കാണ് ഈ ഒബ്ജക്റ്റ് വെക്കേണ്ടതെങ്കിൽ ഇത് ബേസ് പോയിന്റും ഈ പോയിന്റ് ഡിസ്പ്ലേസ്മെന്റും ആയിരിക്കണം. പക്ക കൃത്യമായിരിക്കണം. ക്ലിയർ അല്ലേ? ബേസ് പോയിന്റിനെ കുറിച്ച് ഒരു ധാരണ എല്ലാവർക്കും കൃത്യമായിട്ട് ഉണ്ടാവണം. ക്ലിയർ അല്ലേ? ദെൻ ഇതാണ് മൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പൊ നമ്മൾ എം ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്തു, എന്നിട്ട് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് എന്റർ ചെയ്തു, അപ്പോഴാണ് ബേസ് പോയിന്റ് എടുക്കുന്നത്. ഇനി നോക്കിയേ, ഇവിടെ ഒന്ന് ടൂൾ എടുക്കുകയാണെങ്കിലോ, മൂവ് എടുക്കുക, മൂവിൽ ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക, ശേഷം ബേസ് പോയിന്റ് എടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, മൂവ് എടുക്കുക, ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ഏതായാലും മതി. ക്ലിയർ അല്ലേ? ദെൻ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അടുത്തത് പറയാനുള്ളത്. കോപ്പിക്ക് രണ്ട് കമാൻഡുകൾ അഥവാ രണ്ട് ഷോർട്ട് കീകൾ ഉണ്ട്, സിഒ അല്ലെങ്കിൽ സി പി. എന്താണ് സിഒ അല്ലെങ്കിൽ സി പി? നമ്മളിവിടെ സിഒ എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുന്നു, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. ബേസ് പോയിന്റ് പറയുമ്പോൾ നമ്മൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പോയിന്റ് ആണ് ബേസ് പോയിന്റ്. അപ്പൊ ഞാനിവിടെ ബേസ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റ് ഇതിന് കണക്കായിട്ട് ഇങ്ങനെ കോപ്പി കിട്ടണം. അപ്പൊ ബേസ് പോയിന്റ് ഇതല്ലേ എടുക്കേണ്ടത്, ഇതെടുത്തു. സെക്കൻഡ് പോയിന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത് ഇവിടെ കൊടുക്കുക. ക്ലിയർ? ഇനി ഇതിങ്ങനെ പോയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാൻ പറ്റുമോ? നോക്കിയേ, എനിക്ക് ഇതുപോലെ ഇപ്പുറവും വേണം. അപ്പൊ ഇതിങ്ങനെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഈ സൂപ്പറായി എന്ന് പറയാൻ പാടില്ല. ഏത് പോയിന്റാണ് വരേണ്ടത്? ഈ ഒരു പോയിന്റ് ആണ്, മനസ്സിലാക്കുക. ഈ ഒരു പോയിന്റ് ആണ് ഇവിടെ ബേസ് പോയിന്റ്, ഈ ഒരു പോയിന്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് പോയിന്റ് അല്ലെ. അപ്പൊ കോപ്പി എടുക്കുക, ഇവിടെ ബേസ് പോയിന്റ് എടുത്തു, ഡിസ്പ്ലേസ്മെന്റ് അവിടെ. ക്ലിയർ അല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ കോപ്പി എടുക്കുന്ന ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, നമുക്ക് ഒരുപാട് കോപ്പി കിട്ടുന്നുണ്ട് അല്ലെ. ഇത് ഫസ്റ്റ് ടൈം ഓട്ടോകാഡ് ഇൻസ്റ്റാൾ ചെയ്ത ഒരാൾക്ക് ഡയറക്റ്റ് ഇതുപോലെ ഒരുപാട് കോപ്പി അഥവാ മൾട്ടിപ്പിൾ കോപ്പി കിട്ടത്തില്ല. അതായത് ഫസ്റ്റ് ഓട്ടോകാഡ് ഇൻസ്റ്റാൾ ചെയ്ത പാട് ഫസ്റ്റ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കോപ്പിയിൽ ഇതുപോലെ മൾട്ടിപ്പിൾ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡയറക്റ്റ് കിട്ടാറില്ല. അപ്പൊ അവരെന്ത് ചെയ്യണം എന്നറിയോ, കോപ്പി എടുക്കുക, സിഒ ടൈപ്പ് ചെയ്ത്
ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യാം. ക്ലിയർ? ഇവിടെ ബേസ് പോയിന്റ് ചോദിക്കുമ്പോൾ നമ്മൾ പോയി ബേസ് പോയിന്റ് കൊടുക്കരുത്. പകരം ഇവിടെ ക്ലിക്ക് ചെയ്യുക, മോഡിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ബേസ് പോയിന്റ് കൊടുക്കുന്നതിന് മുന്നേ എവിടെ ക്ലിക്ക് ചെയ്യുക? മോഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ രണ്ട് മെത്തേഡ് ഉണ്ടാവും, സിംഗിളും മൾട്ടിപ്പിളും. നോക്കിയേ, ഇവിടെ മൾട്ടിപ്പിൾ ആണ് എന്റെ കേസിൽ എനേബിൾ ആയിരിക്കുന്നത്, അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ കോപ്പി കിട്ടുന്നത്. ഫസ്റ്റ് ടൈമിൽ സിംഗിൾ ആയിരിക്കും എനേബിൾ ആയിട്ടുണ്ടാവുക. സിംഗിൾ എന്താന്ന് നോക്കിയേ, ബേസ് പോയിന്റ് എടുത്തു, ഡിസ്പ്ലേസ്മെന്റ് കണ്ടോ, ഒരു ക്ലിക്ക്, അതായത് ഇതിന്റെ ഒരു കോപ്പി കൊടുക്കുന്നു, ടൂള് കിട്ടാവുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് വരിക. അപ്പൊ കോപ്പി എടുക്കുക, സെലക്ട് ചെയ്യുക, മോഡിൽ പോവുക, മൾട്ടിപ്പിൾ ആക്കുക. ആ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എൻജോയ് ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ. നിങ്ങൾ വിചാരിക്കും കോപ്പി തീർന്നു എന്ന് വിചാരിക്കും. തീർന്നിട്ടില്ല, ശകലം കൂടെ ഓപ്ഷൻ ബാക്കിയുണ്ട്, അതുകൂടെ ഒന്ന് പറയാം. ഇപ്പൊ നമ്മള് കോപ്പി എടുക്കുകയാണേ. കോപ്പി ഇവിടെ ബേസ് പോയിന്റ് കൊടുക്കുന്നു. ഈ ബേസ് പോയിന്റ് കൊടുക്കുമ്പം ഇവിടെ ഒരു അറേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? അറേ മീൻസ് അറേഞ്ച്മെന്റ്. ഇത് കുറെ എണ്ണം നമുക്ക് കൃത്യമായ ഡിസ്റ്റൻസിൽ കൃത്യമായ എണ്ണത്തിൽ കുറെ എണ്ണം വേണം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ അറേ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അറേ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്പർ ഓഫ് ഐറ്റംസ് ടു അറേ എന്ന് കാണിക്കും, എത്ര എണ്ണ വേണ്ടതെന്ന്. ഞാനൊരു 10 എണ്ണം കൊടുത്തു. അപ്പൊ നിങ്ങൾ നോക്കിയേ, 10 ഒബ്ജക്റ്റുകൾ ഒന്ന് കിടക്കുന്നുണ്ട്. ഈ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഡിസ്റ്റൻസ് ആണ്. ഞാനിപ്പോ ഈ വരച്ച റെക്ടാംഗിൾ ഡിസ്റ്റൻസ് എനിക്ക് അറിയില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നോർത്ത് ഓൺ ആക്കിയിട്ട് ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസ് ആണെന്ന് പറയാം. ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ റെക്ടാംഗിൾ ഞാൻ അളവെടുക്കാണ്ട് വരച്ചതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു പോയിന്റിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മൊത്തം ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് എല്ലാം തമ്മിലുള്ള ഗ്യാപ്പ്. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് എല്ലായിടത്തുള്ള ഡിസ്റ്റൻസ്. ദെൻ എൻ്റർ അടിക്കുമ്പോൾ എന്ത് സംഭവിച്ചു കണ്ടോ? ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസിൽ ഈക്വൽ ആണ്. ഉദ്ദേശിക്കുന്ന പോലെ എന്തായി, കറക്റ്റ് ആയിട്ട്. ഓക്കെ, ഇത് വേറൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാലോ. നമ്മൾ സ്റ്റെയർ കേസ് ഒക്കെ വരക്കുമ്പോൾ, സ്റ്റെയർ വരക്കാറില്ലേ? അപ്പൊ സ്റ്റെയറിന്റെ സെക്ഷൻ നമ്മൾ വരക്കുമ്പോൾ ഇവിടെ ഞാനൊരു 15 എന്ന് പറഞ്ഞ റൈസർ കൊടുത്തു, 25 പറഞ്ഞ ട്രെഡ് കൊടുത്തു. ഓക്കെ, ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, കോപ്പിയിൽ അറേ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാം. സെലക്ട് ചെയ്യുക, കോപ്പി, ബേസ് പോയിന്റ് എടുക്കുക, അറേ എടുക്കുക, ഒന്ന് ഓർത്ത് ഓഫ് ആക്കി, നമ്പർ ഓഫ് ഐറ്റംസ് ടു അറേ നമുക്കൊരു 20 എണ്ണ വേണ്ടെന്ന് വിചാരിക്കൂ, 20 എന്ന് കൊടുക്കുന്നു. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പം ആക്ച്വലി ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഈ പോയിന്റ് അല്ലേ, ഈ ഒരു എൻ പോയിന്റ് ആണ് നമ്മുടെ ഡിസ്റ്റൻസ്. ഈ ഒരു എൻ പോയിന്റ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. നോക്കിയേ, എത്ര ഈസി ആയിട്ട് നമുക്ക് വരച്ചു തരാം. ചിലവരൊക്കെ വരക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പ്രൊജക്ട് ചെയ്യും അല്ലെ, പ്ലാനിൽ നിന്നും കൺസ്ട്രക്ഷൻ ലൈൻ ഉപയോഗിച്ച് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ടാണ് നമ്മൾ വരക്കുന്നത്. അങ്ങനെ വരക്കണം ഒരു നിർബന്ധമില്ല, വരക്കുന്നത് തെറ്റല്ല. പക്ഷെ നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ലളിതമായ മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതുപോലുള്ള മെത്തേഡ് കോപ്പി വെച്ചിട്ട് അതിനകത്തുള്ള അറേ വെച്ചിട്ട് വളരെ സ്പീഡായിട്ട് നമുക്ക് അത്രയും എണ്ണം നമുക്ക് കൊടുക്കാമെന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ കോപ്പിയുടെ ഈ മെത്തേഡുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് മൂവ് ആയി, കോപ്പി ആയി, ദെൻ റൊട്ടേറ്റ് ആണ്. എന്താണ് റൊട്ടേറ്റ്? റൊട്ടേറ്റിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് RO ആണ്, RO. ഇവിടെ കോപ്പി ഇതാണ് ഓപ്ഷൻ, മൂവ് ഇതും കോപ്പി ഇതും, റൊട്ടേറ്റ് പറഞ്ഞ ഓപ്ഷൻ ഇതുമാണ്. നമ്മളെപ്പോഴും കമാൻഡ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. RO എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുക, RO ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക, ഒബ്ജക്റ്റിനെ മൊത്തം സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ഞാൻ ഒരു പോയിന്റ് ബേസ് ആക്കി കൊടുത്തു. ഇവിടെ സ്പെസിഫൈ റൊട്ടേഷൻ ആംഗിൾ എന്ന് ചോദിക്കുന്നു. ഞാനൊരു 45 എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പൊ എന്താ സംഭവം, നമ്മൾ പിക്ക് ചെയ്ത പോയിന്റ് ബേസ് ചെയ്ത് 45 ആംഗിളിലാണ് ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ആയിട്ടുണ്ടാവുക. ഞാനൊന്ന് ഓർത്ത് ഓൺ ആക്കുന്നത് വേറെ ഒന്നിനല്ല, ലൈൻ വരക്കാനാണ്. ഇപ്പൊ ഇതാണ് നമ്മളെ പോയിന്റ്, ഈ പോയിന്റാണ് ബേസ് പോയിന്റ് ആയിട്ട് കൊടുത്തത്. അപ്പൊ ഇത് നമ്മളുടെ ആംഗിൾ എത്രയായിരിക്കും, ഇവിടെ വരിക, ആംഗിൾ വെച്ചിട്ട് അളക്കുക, 45 ഡിഗ്രി ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ ആ കൊടുത്ത ബേസ് പോയിന്റ് ഇല്ലേ, ആ ബേസ് പോയിന്റിൽ നിന്നായിരിക്കും എത്ര ആംഗിൾ വരുന്നത്, ഇതിന്റെ ഒരു എഡ്ജിലേക്ക് 45 ഡിഗ്രി വരുന്നത്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ ഓർത്തോ ഓൺ ആക്കിയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിലോ 90 എന്നുള്ള കൺസെപ്റ്റിലാണ് റൊട്ടേറ്റ് ആവുക. ബേസ് പോയിന്റ് എടുക്കുക, കണ്ടോ,
ഇത് മുകളിലോട്ട് വരക്കണം, മുകളിലോട്ട് റൊട്ടേറ്റ് ചെയ്യണേ മുകളിലേക്ക് ഇങ്ങനെ വരക്കാം, ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം, ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. കണ്ടോ 0, 90, 180, 270 വരുന്ന ആംഗിളിലായിരിക്കും ഓർത്തോ ഓണാക്കിയ റൊട്ടേഷൻ വർക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഈ റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തീർന്നോ? ഇല്ല, കുറച്ചും കൂടി ഉണ്ട്. ഒന്ന് നോക്കാം. നമ്മളിപ്പോ റൊട്ടേറ്റ് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പം സംഭവിക്കുന്നത് നമ്മളെ ഈ ഒറിജിനൽ ഒബ്ജക്റ്റ് തന്നെ അല്ലേ റൊട്ടേറ്റ് ആവുന്നത്. എന്നാൽ നമുക്ക് അങ്ങനെ വേണ്ട, ഇതിന്റെ ഒരു കോപ്പി റൊട്ടേറ്റ് ആവണം. ഒറിജിനൽ ഒബ്ജക്റ്റ് അങ്ങനെ തന്നെ ഉണ്ടാവണം, ആദ്യം ഉണ്ടായതുപോലെ. ഇതിന്റെ ഒരു കോപ്പി മാത്രമാണ് റൊട്ടേറ്റ് ആവേണ്ടതെങ്കിൽ സദാ പോലെ ബേസ് പോയിന്റ് എടുക്കുക. ഞാനൊന്ന് ഓർത്ത് ഓഫ് ആക്കുന്നുണ്ട്. ഇവിടെ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ കമാൻഡ് ഏരിയയിൽ, അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഞാൻ അവിടെ ഒരു 60 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഒറിജിനൽ ഒബ്ജക്റ്റ് അതുപോലെ ഉണ്ടാവുകയും ചെയ്യും. 60 എന്ന് പറഞ്ഞ ആംഗിൾ ഒരു കോപ്പി വരികയും ചെയ്യും. ക്ലിയർ അല്ലേ? അതും പഠിച്ചുവല്ലോ. സന്തോഷായില്ലേ? ഓക്കെ അല്ലേ? സെറ്റ്. ഇനി ഈ റൊട്ടേറ്റ് നിങ്ങൾ കൊടുക്കുമ്പം അതിനകത്ത് ഓരോ ഓപ്ഷൻ കൂടെ നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ നോക്കിയ റെഫറൻസ്. എന്താ റെഫറൻസ് എന്ന് പറഞ്ഞാല് വേറൊരു ഒബ്ജക്റ്റിന്റെ ആംഗിളിലേതുപോലെ വേറൊരു ഒബ്ജക്റ്റ് നിൽക്കുന്ന അതേ ആംഗിളിലേക്ക് നമ്മുടെ ഒബ്ജക്റ്റിനെ കൊണ്ടുപോകാനാണ് റെഫറൻസ് എന്ന ഓപ്ഷൻ. അതായത് വേറൊരു ഒബ്ജക്റ്റിന്റെ ആംഗിളിലേക്ക് നമ്മുടെ ഒബ്ജക്റ്റിനെ കൊണ്ടുപോകാൻ, അതേ ആംഗിൾ നമ്മുടെ ഒബ്ജക്റ്റിന് വരാൻ. ഒരു ഉദാഹരണം പറഞ്ഞാല് ഞാൻ ചുമ്മാ ഒരു ഒബ്ജക്റ്റ് ഇവിടെ വരച്ചു. ഈ ഒബ്ജക്റ്റിന്റെ ആംഗിൾ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ ആവശ്യം എന്താണ്? ഈ ലൈനിന്റെ അതേ ആംഗിളിലേക്ക് നമ്മൾ ഒബ്ജക്റ്റിനെ മാറ്റണം. റൊട്ടേറ്റ് എടുക്കാം, ബേസ് പോയിന്റ് എടുത്തു, റെഫറൻസ് ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, റെഫറൻസ് ക്ലിക്ക് ചെയ്യുക. സ്പെസിഫൈ ദ റെഫറൻസ് ആംഗിൾ എന്ന് പറയുമ്പം നമ്മുടെ ഒബ്ജക്റ്റിന്റെ 2 പോയിന്റ്, ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. സ്പെസിഫൈ ദ ന്യൂ ആംഗിൾ എന്ന് പറയുമ്പം പോയിന്റ്സ് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരിക, എന്നിട്ട് പുതിയ ഒബ്ജക്റ്റിന്റെ 2 പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം സംഭവിച്ചത് എന്താ? നമ്മൾ റെഫറൻസ് ആംഗിൾ ആയിട്ട് കൊടുത്ത 2 പോയിന്റ് ഇല്ലേ, ആ ഭാഗമാണ് ഇതിന് കണക്കായി ചെരിഞ്ഞു വന്നത്. ഇനി നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് ഈ 2 എണ്ണം കൊടുത്തിനെങ്കിലോ, അത് ആദ്യം നമ്മൾ റൊട്ടേറ്റ് എടുക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ചേ, റൊട്ടേറ്റ് എടുക്കുമ്പം റെഫറൻസിൽ പോകുമ്പോൾ റെഫറൻസ് ആംഗിൾ പറയുന്നില്ലേ, ഈ 2 പോയിന്റ് അല്ലേ നമ്മൾ റെഫറൻസ് ആംഗിൾ ആയിട്ട് കൊടുത്തത്. അതുകൊണ്ടാണ് ഈ 2 പോയിന്റിന് ഇതിന് കണക്കായി ചെരിഞ്ഞു വന്നത്. പകരം ഈ 2 പോയിന്റാ കൊടുക്കുന്നെങ്കിലോ, ഇതും കൊടുക്കുന്നു. പോയിന്റ്സ് പറഞ്ഞ ഓപ്ഷനിലേക്ക് വന്നിട്ട് ഇവിടെ കൊടുക്കുകയാണെങ്കിലോ, ആ ഭാഗമാണ് അതിനകത്ത് തിരിഞ്ഞു വരിക, റൊട്ടേറ്റ് ചെയ്ത് വരിക ഇതിന് കണക്കായിട്ട്. ക്ലിയർ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പഠിക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. ദെൻ അടുത്തത് പഠിക്കാനുള്ളത് റൊട്ടേറ്റ് പഠിച്ചു, സന്തോഷം. അടുത്തത് മിറർ. മിറർ എന്ന് പറഞ്ഞ എന്താ സംഭവം? മിറർ എന്ന് പറഞ്ഞ പ്രതിബിംബം. അതായത് ഒരു ഒബ്ജക്റ്റ് പകുതി വരച്ചാൽ ബാക്കി പകുതി നമുക്ക് ഇപ്പുറം കിട്ടുന്ന അർത്ഥം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ എടുക്കാം. ഇവിടെ ഒരു ആർക്ക് എടുത്തിട്ട് ഞാനൊരു ഷേപ്പ് ഇങ്ങനെ വരയ്ക്കുകയാണേ. ക്ലിയർ അല്ലേ? ഇതേപോലെ, അതായത് ഈ മൊത്തം ഭാഗം എനിക്ക് ഇതുപോലെ ഇപ്പുറം കിട്ടണം. അപ്പൊ മിററിന്റെ ഷോർട്ട് കീ എന്താണ്? MI ആണ്. ഇവിടെയും മിറർ ഉണ്ട്, അല്ലെങ്കിൽ MI ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഒബ്ജക്റ്റിനെ മൊത്തം സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് ഓഫ് മിറർ ലൈൻ ചോദിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ഫസ്റ്റ് പോയിന്റും ഈ ഒരു പോയിന്റ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇവിടെ ചോദിക്കുന്നത് എന്താ? ഇറേസ് സോഴ്സ് ഒബ്ജക്റ്റ് ആണ്. സോഴ്സ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്നാണ് അർത്ഥം. ഓക്കെ. അത് എസ് കൊടുത്താൽ എന്താവും? ഫസ്റ്റ് ഒബ്ജക്റ്റ് ഇറേസ് ആവും. നോ കൊടുത്താൽ രണ്ടും കിട്ടും. ഞാൻ നോ ആണ് ഇപ്പൊ ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. എൻ്റർ ചെയ്യാം. നോയിൽ വെച്ച് എൻ്റർ ചെയ്യുമ്പോൾ എന്തായി? സോഴ്സ് ഒബ്ജക്റ്റും കിട്ടി, കോപ്പിയും കിട്ടി. സോഴ്സ് ഒബ്ജക്റ്റ് പറഞ്ഞാൽ ആദ്യത്തെ ഒബ്ജക്റ്റ് ആണ്. എസ് കൊടുത്താൽ ഇത് പോവും, ഈ കോപ്പി മാത്രമേ ഉണ്ടാവുള്ളൂ. നോ ആണ് ഡിഫോൾട്ട് കണ്ടീഷൻ എന്നുള്ളത് കൊണ്ട് രണ്ടും കിട്ടി. ക്ലിയർ അല്ലേ? വീണ്ടും മിററിനകത്തേക്ക് വരിക. ഫസ്റ്റ് പോയിന്റ് മിറർ ലൈൻ, സെക്കൻഡ് പോയിന്റ് ഇവിടെ കൊടുക്കുന്നു, നോ വെച്ച് വെക്കുന്നു, എൻ്റർ ചെയ്യുന്നു. കണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്? ഞാനിപ്പോ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ വരച്ചു, ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് കാണിക്കാം. ഇവിടെ ഒരെണ്ണം വരച്ചു, ഇവിടെ ഒരെണ്ണം വരച്ചു. മിറർ MI ക്ലിക്ക് ചെയ്യുന്നു, ഫസ്റ്റ് പോയിന്റ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നിന്ന് നമുക്ക് വരക്കണമെങ്കിൽ ഓർത്തോ വേണം. കാരണം ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് എഡ്ജ് ഉള്ളത് കൊണ്ടാണ് മിറർ ലൈൻ സ്ട്രെയിറ്റ് കിട്ടുന്നത്. ഇവിടെ ഇപ്പം സ്ട്രെയിറ്റ് നമുക്ക് കിട്ടൂല, കാരണം സ്ട്രെയിറ്റ് ആയിട്ട് ലൈനോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് ഓർത്ത് ഓണാക്കണം. ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ. വീണ്ടും മിറർ എടുക്കുക, മൊത്തം സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇനി ഈ പോയിന്റ് ഈ പോയിന്റിലേക്ക് കൊടുത്തു, എൻ്റർ ചെയ്യുക.
ഇങ്ങനെയുള്ള പലതരം ഡിസൈൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ മിറർ വെച്ച് വളരെ എളുപ്പം സാധിക്കുന്നു മനസ്സിലാക്കാം. മിററും ഓക്കെ ആയി. അടുത്തത് വരുന്നത് സ്കെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. എന്താണ് സ്കെയിൽ? സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത്ര മടങ്ങ് ചെറുത്, ഇത്ര മടങ്ങ് വലുത് എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ സ്കെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായ ഒരു അളവിൽ വരക്കണേ. ഇപ്പൊ മൂവും കോപ്പിയും റൊട്ടേറ്റും ചെയ്യുമ്പോൾ ചുമ്മാ നമുക്ക് ഇങ്ങനെ ഒബ്ജക്റ്റ് വരച്ചിട്ട് മൂവും കോപ്പി റൊട്ടേറ്റ് ഒക്കെ ചെയ്യാം. പക്ഷെ സ്കെയിൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. കൃത്യമായ ഒരു അളവിൽ വരച്ച ഒബ്ജക്റ്റ് പഠിക്കണം. അപ്പൊ ഞാനൊരു അളവിൽ ഒബ്ജക്റ്റ് വരക്കാം. റെക്ടാങ്കിൾ എടുത്തു, ഡയമെൻഷനിലേക്ക് വന്ന് ഞാൻ 50 എന്ന് പറഞ്ഞ നീളവും 10 എന്ന് പറഞ്ഞ വീതിയുള്ള ഒരു ഒബ്ജക്റ്റ് വരച്ചു. സ്കെയിലിന്റെ കമാൻഡ് SC ആണ്. ഇതാണ് സ്കെയിലിന്റെ ടൂള്. അല്ലെങ്കിൽ SC എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുക, എന്റർ ചെയ്യുക. ഒബ്ജക്റ്റിനെ മൊത്തം സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ചോദിക്കുന്നത് സ്പെസിഫൈ സ്കെയിൽ ഫാക്ടർ, അതായത് എത്ര മടങ്ങാണ് ഇതിന്റെ കൂടേണ്ടതെന്ന് ചോദിക്കുന്നത്. ഞാനിവിടെ 2 എന്ന് കൊടുത്ത് എന്റർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതായി നേരെ ഡബിൾ ആയി. അതായത് 50 എന്ന് പറഞ്ഞ നീളം 50 ഗുണം ഈ 2 100 ആയി. 10 എന്ന് പറഞ്ഞ വീതി 10 ഗുണം ഈ 2 20 ആയി. ഒന്ന് അളന്ന് നോക്കിയേ. 100. 50 ഗുണം 2 2അല്ലേ സ്കെയിൽ ഫാക്ടർ? ഇരട്ടിയായി, ഡബിൾ ആയി. 20. 10 ഗുണം 2 20 ആയി. ഇപ്പൊ 3 ഇവിടെ കൊടുക്കുന്നതെങ്കിലോ സ്കെയിൽ ഫാക്ടർ 100 × 3 സോറി 50 × 3 150. 10 × 3 30. ക്ലിയർ അല്ലേ? ആക്ച്വലി ഇവിടെ വർക്ക് ചെയ്യുന്ന സ്കെയിൽ എന്ത് സ്കെയിലാന്ന് പറയാം? യൂണിഫോം സ്കെയിൽ അല്ലേ? എക്സ് മാറുന്നതനുസരിച്ച് വൈയും മാറുന്നില്ലേ? അപ്പൊ അങ്ങനെ മാറുന്നതുകൊണ്ട് തന്നെ SC എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ച് ചെയ്യുന്ന സ്കെയിൽ എന്താണ്? യൂണിഫോം സ്കെയിലാണ്. എന്ത് സ്കെയിൽ അല്ല? നോൺ യൂണിഫോം സ്കെയിൽ അല്ല. ഒരുപോലെ മാറുന്ന സ്കെയിലാണ് അർത്ഥം. സ്കെയിലിലും എന്തുണ്ട്? ബേസ് പോയിന്റ് കൊടുക്കുമ്പോൾ കോപ്പി ഉണ്ട്, റെഫറൻസ് ഉണ്ട്. ഈ കോപ്പി എന്താ സംഭവം? ഒറിജിനൽ ഒബ്ജക്റ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് കോപ്പി മൊത്തം സ്കെയിൽ ഫാക്ടർ മാറുന്നത്. ഒന്ന് നോക്കാം. കോപ്പി എടുക്കുന്നത് സ്കെയിൽ ഫാക്ടർ ഞാൻ 4 കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ആ നിലവിലുള്ളതിന്റെ 4 മടങ്ങ് വലുപ്പത്തിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ? ഒറിജിനൽ ഒരു മാറ്റവും സംഭവിക്കത്തില്ല. റെഫറൻസ് എന്തായിരിക്കും? ഒന്ന് ആലോചിക്കുക. എന്താ റെഫറൻസ്? നേരത്തെ റൊട്ടേഷന്റെ കേസ് പറഞ്ഞില്ലേ? ഞാനൊരു ചെറിയൊരു ഒബ്ജക്റ്റ് വരച്ചു. ഇത്രയേ ഉള്ളൂ. ഈ വലുപ്പത്തിലേക്ക് നമ്മുടെ ഈ ഒബ്ജക്റ്റിന് ചേഞ്ച് ചെയ്യണം. എന്താ വഴി? സ്കെയിലിൽ റെഫറൻസ് എടുത്താൽ മതി. ബേസ് പോയിന്റ് എടുക്കുക, റെഫറൻസ് എടുക്കുക. റെഫറൻസ് ലെങ്ത് പറയുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിന് 2 ലെങ്ത് എടുക്കുക. പോയിന്റ്സ് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് പുതിയ ഒബ്ജക്റ്റിന് 2 പോയിന്റ് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു വലുപ്പത്തിലേക്ക് ഒബ്ജക്റ്റ് മാറിയിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞ പോലെ കമന്റ് സെക്ഷനിൽ എന്തെങ്കിലും സംശയം ചോദിക്കുക, മടിക്കരുത്. ഓക്കെ. അപ്പോ അത് ഓക്കെ അല്ലേ? സ്കെയിലായി, ഇത്രയും കാര്യങ്ങളായി. ട്രിം, എക്സ്റ്റെൻഡ് ആണ് ഇനി ബാക്കിയുള്ളത്. ട്രിം എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം ക്രോസ് ചെയ്യുന്ന പോകുന്ന ഒബ്ജക്റ്റിനെ കട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് ഇങ്ങനെ കുറെ ഒബ്ജക്റ്റ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഇങ്ങനെ ക്രോസിങ്ങിനെ കട്ട് ചെയ്യുന്നതാണ് ട്രിം എന്ന് പറയാ. ഇതാണ് ട്രിമ്മിന്റെ സിമ്പല്. TR എന്റർ ആണ്. TR എന്റർ. ഓക്കെ. കണ്ടോ? ക്രോസിംഗ് വരുന്ന ഒബ്ജക്റ്റിലെ കട്ട് ആകുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ക്ലിയർ അല്ലേ? അതായത് നമ്മളിപ്പോ ഒരു റെക്ടാങ്കിൾ വരച്ചു, ഇതിന് മേലൊരു സർക്കിളും കൂടെ വരച്ചാൽ TR സിംഗിൾ എന്റർ കൊടുത്താൽ കട്ട് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് ആക്കി മാറ്റാൻ നിർത്താം. അപ്പോ അടുത്ത എക്സ്റ്റെൻഡ് ആണ്. ഈ ട്രിമ്മിന് താഴെയായിട്ട് എക്സ്റ്റെൻഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീട്ടുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനിവിടെ ട്രിം ചെയ്തു കളഞ്ഞു. ഇനി ഈ ഭാഗത്ത് എനിക്ക് നീട്ടണമെങ്കിൽ EX എന്റർ. എക്സ്റ്റെൻഡിന്റെ ഷോർട്ട് കീ EX ആണ്. കണ്ടോ? ഇനി എക്സ്റ്റെൻഡിന്റെ അകത്ത് നിന്ന് നമുക്ക് ട്രിം വർക്ക് ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്താൽ മതി. ട്രിമ്മിനകത്ത് നിന്ന് എക്സ്റ്റെൻഡ് വർക്ക് ചെയ്യാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, അതായത് ഹോൾഡ് ചെയ്യുക. അതുപോലെ എക്സ്റ്റെൻഡിനകത്ത് നിന്ന് ട്രിം വർക്ക് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. സോ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ടുകൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പൊ വീണ്ടും നാളെ കാണാം. ബൈ ബൈ. താങ്ക് യു.